ഇവിടെയൊക്കെ നമ്മളിപ്പോൾ സാധാരണ ഒരു ജ്യോതിഷനെ കാണുന്ന സമയത്ത് 2 ഫിലോസഫിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് ഫിയർ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം, ഒന്ന് വന്നിട്ട് ഹോപ്പ് ജനറേഷൻ ഉണ്ടായിരിക്കും. കറക്റ്റ്. എപ്പോഴും ഹോപ്പ് ജനറേഷൻ പോകുന്ന ഒരു ജ്യോതിഷനോ ദൈവജ്ഞനോ ആണെങ്കിൽ ഈ പോകുന്ന ക്ലയൻസ് എപ്പോഴും അടുത്ത ലെവലിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യും. പോവും. കറക്റ്റ്. അതുപോലെയാണ് ഈ പറയുന്ന വീട് വയ്ക്കൽ എന്ന് പറയുന്ന ചടങ്ങ് മെജോറിറ്റി ആൾക്കാരിലേക്കും വരുന്ന കല്യാണം തൊട്ട് മുൻപായിരിക്കും. അല്ലേ? വീട് വെച്ചിട്ട് കല്യാണം കഴിക്കാം, പക്ഷെ വീടിന്റെ ദോഷം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കല്യാണത്തിന് ദോഷം ഇല്ലെങ്കിലും അത് അവിടെ എഫക്റ്റ് ചെയ്യും. കറക്റ്റ്. അപ്പോൾ ഈ ഒരു വാസ്തു കൺസൾട്ടന്റിനെ കാണാൻ വരുന്ന സമയത്ത് വീടിൻ്റെ ദോഷം കൊണ്ട് ഒരു അസുഖങ്ങൾ പലതും വന്ന് അനുഭവിച്ച് നിൽക്കുന്നവർക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഈ ഒരു കൺസെപ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? 100%. അതായത് 2 തരത്തിലുള്ള ആളുകളെ വാസ്തു നോക്കുക. ഓക്കെ. ഒന്ന് അടി കിട്ടിയിട്ടുള്ള ആള്, അതായത് എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ വീട്ടിയിട്ടുള്ള ആളുകൾ, അവർക്ക് പിന്നെ അപ്പൊ എങ്ങനെയാ രക്ഷപ്പെടുക എന്നാ. അപ്പൊ എന്താ പല മാർഗവും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അതായത് ആ സൊല്യൂഷൻ ആകുന്നവർ അവരിങ്ങനെ പുതിയ പുതിയ ആളുകളെ കണ്ടുകൊണ്ടേയിരിക്കും. എൻ്റെ അടുത്ത് അവസാനമാണ് എല്ലാവരും വരല്. എല്ലാവരും ഒരുവിധമൊക്കെ പോയി ഇതായതിനു ശേഷം രണ്ടാമത് നമുക്ക് തന്നെ തോന്നുക കുറച്ചും കൂടി ഒരു ബെറ്റർ ലൈഫാണ്, ലൈഫ് സ്റ്റൈൽ ഒന്ന് പ്രോഗ്രസ് ചെയ്യണം. അങ്ങനെ ഒരു പ്രോഗ്രസീവ് മോട്ടീവുള്ള ആളുകൾ, അതായത് എന്ന് പറഞ്ഞാൽ എന്തായാലും പലതിനും ഞാൻ പൈസ ലാക്കുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെയുള്ള സബ്ജക്റ്റിലും കൂടി ഒന്ന് ഇതായാൽ കുറച്ചുകൂടി എളുപ്പമായാലോ. ഇങ്ങനെയുള്ള കുറച്ചുകൂടി ഒരു അപ്ലിഫ്റ്റഡ് ആയിട്ടുള്ള മൈൻഡുള്ള ആളുകൾ, പ്രോഗ്രസീവ് മൈൻഡ് ആയിട്ടുള്ള ആളുകൾ, ഇങ്ങനെ 2 പേരും വാസ്തു നോക്കൂ. അപ്പോൾ ഇതിനെന്താണെന്ന് വെച്ചാൽ, ഒന്ന് പറഞ്ഞാൽ പ്രോബ്ലം സൊല്യൂഷൻ എന്നാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്ന് അയാൾക്ക് അറിയില്ല, പക്ഷെ അയാൾക്ക് ഗ്രോത്ത് വേണം, അത് മസ്റ്റാണ്. രണ്ടാൾക്കും യഥാർത്ഥത്തിൽ വേണ്ട ഗ്രോത്ത് തന്നെയാണ് കേട്ടോ, പക്ഷെ അപ്രോച്ചിൻ്റെ പ്രോബ്ലമാണ് അത്. മറ്റേ ആൾ പ്രശ്നത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഇതിൽ 2നും സൊല്യൂഷൻ ഉണ്ടാകും. കാരണം സാധാരണ ജ്യോതിഷത്തിനെ പറയുക പ്രശ്നക്കാരെന്നാണ്. കാരണം എന്താ പ്രശ്നം എന്നാ, എവിടെയാ പ്രശ്നം ഏതാണെന്നുള്ളത് അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രഹങ്ങളുടെ നിലയോ അതൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി വാസ്തു അതിൻ്റെ സൊല്യൂഷനാണ്. അപ്പോൾ നിങ്ങൾ ഈ വാസ്തുകാരനൊന്ന് കണ്ടോളൂ കേട്ടോ, അയാൾ ഇത് ആക്കി തരും, ഒന്ന് വീടൊന്ന് നോക്കിച്ചോളൂ കേട്ടോ. അപ്പോൾ അവിടെ അപ്പോഴാണ് അത് സൊല്യൂഷനിലേക്കാണ് വരുന്നത്. അപ്പോൾ വാസ്തുവിൻ്റെ അപ്രോച്ച് തന്നെ ശരിക്കും സൊല്യൂഷനാണ്. എവിടെയാണ് പ്രോബ്ലം ഉള്ള അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കലാണ് വാസ്തുവിൻ്റെത്. പിന്നെ അവിടുന്ന് ഇത് ശരിയില്ല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാരൻ എവിടെയാണ് പോവുക? അല്ല, പറയണത് എന്താ വെച്ചാൽ റിയൽ കൺസെപ്റ്റ് ഓഫ് വാസ്തു സൊല്യൂഷൻ ഫൈൻഡിങ് ആണ്. അത് സമൃദ്ധി ഉണ്ടാക്കല. അതായത് ഇന്ന പ്രശ്നമുണ്ട് ഇയാൾക്ക്, ഇപ്പം കല്യാണം കഴിയണില്ലെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ബന്ധങ്ങളുടെ ഒരു ഭാഗം തന്നെ നമ്മളെ വീട്ടിലുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് സൈഡും കൂടി ഒന്ന് മനസ്സിലാക്കിയത് കുറച്ചുകൂടി എളുപ്പമാവും. അതായത് വാസ്തു എങ്ങനെയാണ് ബാധിക്കുന്നത്? വാസ്തു യഥാർത്ഥത്തിൽ ബാധിക്കുന്നത് ചുറ്റളവ് നോക്കിയിട്ടല്ല. അതായത് നമ്മളിപ്പോൾ ഒരു 8 മണിക്കൂർ ഉറങ്ങുകയാണ്. 8 മണിക്കൂർ ഉറങ്ങുമ്പോൾ ശരിക്കും നമ്മൾ ഡെഡ് ആകുകയാണ്. അതുകൊണ്ടാണ് നേരം വെളുക്കുമ്പോൾ വായ നാറുന്നത്. അതെന്താ, ഡെഡ് ബോഡി എന്തോ മണക്കും. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഒരേ സ്ഥലത്ത് ഉറങ്ങണു. ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളില്ല. ശരിക്കും നമ്മൾ ഇപ്പോൾ ഒരു വ്യക്തി ഉണ്ടാകുന്നത് അങ്ങയുടെ ശിവോഹം എന്ന് പറയുന്ന, ഞാൻ വളരെ എനിക്കിഷ്ടപ്പെട്ട ഒരു സംഭവം കേട്ടോ. ഈ ശിവോഹം എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ടാകുന്നത് അങ്ങയുടെ ബോധത്തിൽ നിന്നാണ്. ശരിയാണ്. അത് ഉണർന്നിരിക്കുമ്പോഴാണ്. നേരെ മറിച്ച് അങ്ങ് ഉറങ്ങിക്കഴിഞ്ഞാലോ ശവമാണ്. അങ്ങനെ പറയില്ല. അല്ല, ശരിയാണ്, ശവമാണ്. ശിവം എന്നുള്ള ശവമാവും. അതായത് വള്ളി ഉണ്ടെങ്കിലേ ആകുള്ളൂ എന്നാണ് അല്ല പറയാണ്. അതായത് നമ്മൾ എല്ലാ ദിവസവും ഉറങ്ങുമ്പോൾ ഡീപ്പായിട്ടുള്ള സ്ലീപ്പിലാകുമ്പോൾ നമ്മൾ വെറും 5 എലമെന്റ്സാണ്. അതായത് നാമ ശിവായ, അതായത് 5 എലമെന്റ്സ് തന്നെയാണ്. അപ്പോൾ ഈ 5 എലമെന്റ്സ് കൊണ്ട് തന്നെയാണ് നമ്മളെ വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ എങ്ങനെയാണോ ഈ 5 എലമെന്റ്സ് ഉള്ളത്, നമ്മളെ ശരീരമായിട്ട് അത് സിങ്ക്രണൈസ്ഡ് ആവും. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ശരി ഇല്ലെങ്കിലും ശരി അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും. കാരണം നമുക്ക് ബോധമില്ല ഇടപെടാൻ. അപ്പോൾ ഇത് എല്ലാ ദിവസവും നടക്കുക. അതിപ്പോൾ ഈ സന്യാസിമാർ എന്ന് പറയുന്നവരാണ് വലിയ സമ്പന്നര് ശരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ബിസിനസ്സുകാരെ കാട്ടി അപ്പുറമാണ് ഓരോരുത്തരുടെ ഓരോ ദ്വീപുകളൊക്കെ തന്നെയാണ് അവരുടെ കയ്യിൽ. മനസ്സിലായില്ല, അത്രയും സമ്പന്നരാണ്. അല്ല, പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഇന്ന് കിടന്നോടത്തായിരിക്കില്ല നാളെ. അപ്പോൾ അവർ ഈ ബിയോണ്ട് ഈ ഒരു ലെവലിനാണ്. നേരെ കുറച്ച് ഗൃഹസ്ഥാശ്രമിയായിട്ടുള്ള നിങ്ങൾ എൻ്റെ ഭാര്യത്തുള്ള ആൾ ഇന്നലെ കച്ചറോടി അതേ ഭാര്യനോട് വേണം നാളെ കച്ചറോടെ. ഇന്നലെ കുളിച്ച് അതേ കിണറ്റിലെ വെള്ളത്തിൽ വേണം ഇന്ന് കുളിക്കുക. ഇന്നലെ കിടന്ന് അതേ കിടക്കയിൽ തന്നെ വേണം കിടക്കാൻ. അപ്പം നമ്മളും ആ വീടുമായിട്ട് ഒരു സിങ്ക്രണൈസേഷൻ വരും. അപ്പോൾ യത് പിണ്ടേ തത് ബ്രഹ്മാണ്ടേ എന്ന് പറയും. അപ്പോൾ ഈ പിണ്ടവും ആ ബ്രഹ്മാണ്ടവുമായിട്ട് ഒന്നായിട്ടുണ്ടാവും. അപ്പോൾ അതിൽ 5 എലമെന്റ്സ് എവിടെ വരുന്നത്, അതേ അത് തന്നെ ഇതിലുണ്ടാവും. അപ്പോൾ അതങ്ങനെ ഒരു ലിങ്ക് വരും.
അങ്ങനെയാണ് ശരിക്കും വാസ്തു ബാധിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ബാധിക്കുമ്പോൾ അപ്പോൾ വീട് ശരിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉദാഹരണമായിട്ട് പറയാം, സാമ്പത്തിക പ്രശ്നം. സാമ്പത്തിക പ്രശ്നം ഉണ്ടോ? വേറെ ഒന്നുമില്ല, തെക്ക് കിഴക്കൊന്നും ചെക്ക് ചെയ്യാനേ പറയുക. ഞാൻ തുറന്നു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറച്ച് ആളുകൾ മനസ്സിലാക്കി വെക്കണം, നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാങ്ക് ലോൺ ഉണ്ടോ, തെക്ക് കിഴക്ക് വെള്ളം ഉണ്ടാവും അല്ല പറയാണ്. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഒരു മിസ്മാച്ചാണ്. അപ്പം നമ്മൾ ആ വീട്ടിൽ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ഈ 5 എലമെൻറ്റ്സിൽ ഫയറിൻ്റെ എലമെൻറ്റ് കുറഞ്ഞു പോകും, പകരം അവിടെ വാട്ടറാണ് ഡൊമിൻ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ എന്താവും, നമ്മൾ ഡ്യുവൽ പേഴ്സണാലിറ്റി ആയി പോകും. അതായത് വീട്ടിലൊരു സ്വഭാവമായിരിക്കും, പുറമെ വേറൊരു സ്വഭാവമായിരിക്കും. പുറമേയൊക്കെ നല്ലതാണ്, ഓടിക്കളിക്കാനും ഒക്കെ പറ്റും, നന്നായിട്ടായിരിക്കും. വീട്ടിൽ വന്നു ആകെ പോയി ടിങ് അല്ല പറയണത്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വീട്ടിലുള്ള ആ എനർജി മാറണയാണ്. അപ്പോൾ ആ എനർജി മാറാൻ ബേസിക് റീസൺ എന്താണെന്ന് വെച്ചാൽ 5 എലമെൻറ്റ്സാണ്. അപ്പോൾ അത് പ്ലസ് നമ്മളുടേത്. അപ്പോൾ അത് വർക്കൗട്ട് ആകുമ്പോൾ നമ്മൾ വാസ്തു കറക്റ്റ് ചെയ്യുമ്പോൾ പൊളിക്കും മാറ്റമൊന്നും വേണ്ട. പകരം എന്താണെന്ന് വെച്ചാൽ ഇന്നയാണ് അവിടെ ഇല്ലാത്തത്. അപ്പോൾ ആ എനർജി അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലോ എനർജി ബാലൻസ്ഡ് ആയി. ഇപ്പോൾ സപ്പോസ് നമുക്ക് ഈ പൊളിക്കാനൊക്കെ പറ്റിയ സാധാരണ വീടുകളിലല്ലേ, ഫ്ലാറ്റിലാണ് താമസിക്കണമെങ്കിലോ എന്താ ചെയ്യാൻ പറ്റുമോ? ഇപ്പം നമ്മൾ സൂത്രം ഇട്ടു, ദ്വാരം ഇട്ടു, ഫ്ലാറ്റിൽ ദ്വാരം ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ബെഡ്റൂമൊക്കെ ഇപ്പോ അല്ല പറയാണ്. അപ്പോൾ അത് പ്രാക്ടിക്കലി അത് ഒരു സംഭവം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ എനർജീനെ നമുക്ക് വേണമെങ്കിൽ കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിനാണ് ഇങ്ങനെയുള്ള സോഴ്സുകളൊക്കെ ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ഫയർ എലമെൻറ്റ് കുറവാണ്, ഒരു നെയ്യിട്ടിട്ട് ഒരു തിരി കത്തിച്ച് വെച്ചാലും അവിടെ ഒരു പോസിറ്റീവ് എനർജി വരില്ലേ? ഉറപ്പല്ലേ? അതാണ്. അപ്പോൾ ആ ഒരു ഇതായാലും അവിടെ ഫയർ എലമെൻറ്റ് ക്രിയേറ്റഡ് ആവും. അല്ല പറയാം, അങ്ങനെയാണ്, അതാണ് ഇതിൽ വരുന്നത്. ഇത് പണ്ട് മുതലേ ഉള്ള കേട്ടോ. പണ്ട് പർണശാലയിൽ ഒക്കെ താമസിക്കുമ്പോൾ ഫാനിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്നിപ്പോൾ കോൺക്രീറ്റ് ബിൽഡിംഗ് ആകുമ്പോൾ എന്തായി, നമുക്ക് AC വേണം, ഇതായി. അതേപോലെ തന്നെ ഈ കാലാകാലങ്ങളിൽ വരുമ്പോൾ ഇത് വാസ്തുവിൽ അത് ഒരു സമൃദ്ധി എന്നുള്ളൊരു ആസ്പെക്റ്റോട് കൂടിയിട്ട് നീങ്ങുമ്പോൾ അതിന് ഇന്ന പർട്ടിക്കുലർ ഏരിയയിൽ ഇന്ന ചെയ്താൽ ഇന്നതിൽ കിട്ടും. അത് വളരെ പോയിന്റഡ് ആയിട്ട് പറയുന്നുണ്ട്. വളരെ കറക്റ്റാണ് നിഷാന്ത്ജിയുടെ ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ. എൻ്റെ ഒരു ഒബ്സർവേഷൻ പ്രകാരം ഒരു മിനിമം ഒരു 10 വർഷം മുൻപ് വരേണ്ടതായിരുന്നു. കാരണം ഒരു സമയത്ത് വാസ്തു ഭയങ്കര തീവ്രമായിട്ട് ആൾക്കാർ പ്രശ്നങ്ങളിലേക്ക് നിൽക്കുന്ന സമയങ്ങളിലാണ് ഫെങ് ഷൂയുടെ എൻട്രി വരുന്നത്. അല്ലേ? വലിയ വലിയ കെട്ടിടങ്ങളും ഈ പറയുന്ന സ്ഥാപനങ്ങളും പൊളിച്ച് കളയാൻ പറ്റാത്ത സമയങ്ങളിൽ പിരമിഡ് സൊല്യൂഷൻസും ഫെങ് ഷൂയി സൊല്യൂഷൻസും വരുന്നു. ആൾക്കാർ ഫെങ് ഷൂയി പ്രോഡക്ട്സ് മേടിച്ച് ഒരു സൈഡിൽ വയ്ക്കുന്നു. അപ്പോഴും വാസ്തു പ്രശ്നമില്ലേ? ഉണ്ട്, ഇല്ല. ഇപ്പോഴും 2 ക്വസ്റ്റ്യൻസ് അവിടെ ഇവിടെ ഉണ്ട്, അല്ലേ? പക്ഷേ അവിടെ ഒരു എന്താ പറയുക, ഞാനൊരു 50 ലക്ഷം മുടക്കി വീട് വെച്ച ഒരാളാണെങ്കിൽ പ്രശ്നം സോൾവ് ചെയ്യാൻ വീണ്ടും 10 ലക്ഷം ചെയ്യാൻ തയ്യാറാണ് എന്നൊരു ചിന്താഗതിയിലേക്ക് ആൾക്കാരെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായത്തിലേക്കാണ് ഫെങ് ഷൂയി വന്നത്. അല്ലേ? വീണ്ടും ഒരു 5 ലക്ഷമോ 10 ലക്ഷമോ സ്പെൻഡ് ചെയ്ത് വീണ്ടും പ്രൊഡക്ട്സ് മേടി വെക്കുന്നു. അപ്പോൾ എൻ്റെ പ്രശ്നം തീരുമോ? അല്ല, ഇതിൽ എന്താണെന്ന് അറിയാം, ഞാൻ ഏകദേശം 18ഓളം തരത്തിലുള്ള വാസ്തു സിസ്റ്റങ്ങൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. നിർഭാഗ്യവശാൽ നമ്മൾ ഈ ചുറ്റളവ് നോക്കൽ മാത്രമാണ് വാസ്തു എന്ന് പറഞ്ഞ ഒരു ഏരിയയിലായിപ്പോയി. അത് തെറ്റെന്നല്ല, നമ്മളിവിടെ അങ്ങനെ ഒരു ഇതിലായിപ്പോയി. നമ്മളൊരു ഗുരു എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ലേ, കണ്ണില്ലാത്ത ആള്. അതേമാതിരി നമ്മൾ ഈ കേരളം ഒട്ടാകെ ഈ ഇതാണ് വാസ്തു എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടി കിടക്കുക. അപ്പോൾ ഇതിൽ പല സിസ്റ്റം ഉണ്ട്. രത്നാധ്യായം, അതുമാതിരി തന്നെ ഫെങ് ഷുയി എന്ന് പറയുന്നത് നമ്മൾ ചൈനീസ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളൂ. പക്ഷേ ഊർജമില്ലാത്ത സ്ഥലത്ത് അത് ക്രിയേറ്റ് ചെയ്യാൻ അത് ഉപയോഗിക്കാം. ഇവിടെ വേണ്ടത് റിസൾട്ടാണ്. അപ്പോൾ റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയും ഇസ്ലാമിലുള്ളവരൊന്നും വാസ്തു ഉപയോഗിക്കില്ല, എന്നാൽ അവരുപയോഗിക്കുന്നുണ്ട്. ഇസ്ലാമിക് വാസ്തു എന്ന് പറഞ്ഞിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ ഉള്ളുണ്ട്. അതാണ് അവരുടെ ആ കെട്ടിടങ്ങളുടെ, അവരുടെ മീനാരങ്ങളുടെയൊക്കെ ഇത് കണ്ടിട്ടില്ല. അത് എല്ലാത്തിലും സയൻസാണ്. നേരെ മറിച്ച് ഈ ക്രിസ്ത്യൻ വാസ്തുവിലാകുമ്പോൾ നേരെ കൂർത്തിട്ടുള്ളായിരിക്കും. കാരണം അവിടെയൊക്കെ മഞ്ഞ് വീഴുന്നതാണ്, അത് തങ്ങി നിൽക്കരുത്, അങ്ങനെ തന്നെ ഒഴുകി പോകണം. അല്ല പറയും. അപ്പോൾ എല്ലാ സ്ഥലത്തും ഓരോ പേരിൽ വാസ്തു ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട സമൃദ്ധിയിൽ ജീവിക്കില്ല, റിസൾട്ടാണ് വേണ്ടേ. ഇപ്പോൾ നാടൻ ഭാഷ പറഞ്ഞ ഉത്തമത്തിലാക്കുക എന്ന് പറയും. അപ്പോൾ ഉത്തമത്തിലാക്കണം എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ആരോഗ്യം ഉണ്ടാവണം, ആ വീട്ടിൽ സമാധാനം ഉണ്ടാവണം, പിന്നെ കാലാകാലങ്ങളിൽ വേണ്ട കാര്യങ്ങൾ നടക്കണം. ഏതെങ്കിലും കാലത്ത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, കറക്റ്റ് ടൈമിൽ നടക്കണം. മാത്രമേ ആ ജീവിതം കൊണ്ട് ഉപയോഗമുള്ളൂ. കുഴിയിലേക്ക് കാല് നീട്ടിക്കുമ്പോ ഒക്കെ കിട്ടിയിരുന്നത് കാര്യം. അപ്പൊ അതാണ്, കല്ലെടുത്ത് എറിയാൻ പറ്റുന്ന കാലത്ത് തന്നെ കല്ല് കിട്ടണം. അതാണ്. അപ്പൊ ഇന്ന വയസ്സിൽ അതിനാണ് ഭാഗ്യം എന്ന് പറയുക കേട്ടോ. ഈ ഭാഗ്യം സൃഷ്ടിക്കാനുള്ള സയൻസ് ആണ് യഥാർത്ഥത്തിൽ വാസ്തു. ഭാഗ്യം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും വാസ്തുവിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ദോഷം പറയാനതൊന്നുമല്ല, എങ്ങനെ ഭാഗ്യം സൃഷ്ടിക്കുക, അതാണ്.
ശരിക്കും അങ്ങനെ തന്നെ സയൻറ്റിഫിക്കലി പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അതിൽ. അതായത് ഈ സബ്ജക്റ്റ് എന്തോന്നറിയില്ല, അതായത് ഞാൻ പറയാം. അതായത് എന്ന് പറഞ്ഞാൽ ഭാഗ്യം നമ്മളെ ജീവിതത്തിൽ 3 തരത്തിലാണ് വരിക. ഒന്ന് ബൈ ബർത്ത്, അതായത് ഇന്ന ആള് അംബാനീൻ്റെ മോനായി ജനിച്ചു, അതൊരു ഭാഗ്യ. ഇന്ന ആള് ഫുട്പാത്തിൽ ജനിച്ചു. അപ്പം ഇത് എവിടെയാണ്? ഇന്ന ആൾ ഇസ്ലാമാണ്, ഇന്ന ആൾ ഹിന്ദു ആണ്. ഇതൊക്കെ എവിടെയാണ് ജനിച്ചു വീഴുന്നത്? 40% ഭാഗ്യം അതിൽ നിന്ന് വരുന്നത് എവിടെയാണോ നമ്മൾ ജനിച്ചു വീഴുന്നത്. നമ്മളൊക്കെ ശരിക്കും ഭാഗ്യവാന്മാരായിട്ടോ, കാരണം നല്ല അച്ഛൻ്റെയും അമ്മേൻ്റെയും നല്ല സംസ്കാരത്തിൽ ജനിച്ചുകൊണ്ട് നമുക്കൊക്കെ അതിലാകുന്നതാണ്, നല്ല വീടും ഒക്കെ ആയി അല്ലേ. അപ്പോൾ നമ്മൾ 40% ജന്മനാ ഉള്ളതാണ്, അതായത് എവിടെയാണോ നമ്മൾ ജനിച്ചു വീഴുന്നത്. പിന്നെ 25% നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ നമ്മളുടെ കർമ്മത്തിനനുസരിച്ച് നമുക്ക് റിസൾട്ട് വരും. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ വർദ്ധിപ്പിക്കാൻ പറ്റും നമ്മളെ ആക്ഷൻസ് ഇതായിട്ട്. അങ്ങനെയാണ് എല്ലാ ചെറിയ ആളുകളും വലിയ ആളുകളാണത്. ഇപ്പം ഈ അടുത്ത് ഞാനൊരു ഈ ഇളനാട് കേട്ടിട്ടുണ്ട്, പാലിൻ്റെ, അദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെട്ടു. എനിക്ക് വല്ലാണ്ട് ബഹുമാനം തോന്നി കേട്ടോ. ഇതാണ് പേപ്പർ വിറ്റിട്ടും അങ്ങനെയൊക്കെ ഒരു ചെറുപ്പക്കാരൻ വരികയാണ്, ഇപ്പം 700 കോടിയുടെ ടേൺ ഓവർ ഉള്ള ആളാണ് എല്ലാം പറയാണ്. അല്ല, അപ്പം അതൊരു കർമ്മഫലമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഊർജ്ജം അങ്ങനെ ഇടുമ്പോൾ എന്താ, അദ്ദേഹം ഇങ്ങനെ ഉയർന്നു വരും. അല്ല പറയാം, ഇത് സാധാരണക്കാരന് 25%. ഈ സന്യാസിമാർ ഈ സാധന ചെയ്യണവർ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ അത് കൂടും, തേടി വരും. അവർക്ക് ഈ 25% 80% വരെ വരും. അതായത് അവരെ തന്നെ, അതാണ് ഈ സന്യാസിമാരുടെ അടുത്തൊക്കെ ഇത്രയും അബൻഡൻസ് വരുന്നത്. പക്ഷെ നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ അത് ഒരേ സ്ഥലത്ത് തന്നെ കിടക്കുക, ഒരേ സ്ഥലത്ത് തന്നെ എടുക്കുക. ആ ഒരു ഇതിൻ്റെ ടാവട്ടത്തിൽ മാത്രമാണ്. ഒരു പശു എത്ര വരെയുള്ള പുല്ല് തിന്നുന്ന, അപ്പോൾ അതിനെ കയറ് കെട്ടിയിട്ടുള്ള അതിൻ്റെ നീളത്തിലേ പോവുള്ളൂ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ പുല്ല് തിന്നാൻ പറ്റുമോ? പറ്റില്ല, ഒന്ന് പൊട്ടിക്കേണ്ടി വരും. അല്ല, അപ്പോൾ അതേപോലെയാണ് നമ്മളൊരു വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഈ വീട്ടിലുള്ള എങ്ങനെയാണ് ഈ പഞ്ചഭൂതങ്ങളും അവിടുത്തെ എനർജിയും അതേപോലെ തന്നെയായിരിക്കും ആ വ്യക്തിയിലും. ഇത് സാധാരണക്കാരന് 35%. അപ്പോൾ 40, 25, 35 ഇങ്ങനെയാണ് ടോട്ടൽ 100% ഭാഗ്യത്തിന് പറയുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നും പറയാനില്ല. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.